ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ റോം എത്തിയെന്ന് പറഞ്ഞ വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഒരാൾ ഓടിക്കതച്ച് എത്തിയിട്ടുണ്ട് എന്നെ കാണാനായിട്ട്. എങ്ങനെ പോണേ നീ? ഓക്കെ, നമുക്കൊന്ന് ഐസ്ക്രീം കഴിക്കാം. ഓക്കെ, അങ്ങനെ സ്നേഹയുടെ ആഗ്രഹപ്രകാരം എന്താ നമ്മളൊരു ഐസ്ക്രീം ഷോപ്പിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പലതരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐസ്ക്രീംസ് നമുക്കവിടെ കാണാൻ സാധിച്ചു. ഐസ്ക്രീം സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമൊന്നും ഉണ്ടായില്ല. കാരണം ഞാൻ എപ്പോഴും ചൂസ് ചെയ്യാറുള്ളത് പിസ്താക്യോ നൊച്ചോള എന്നുള്ള ഫ്ലേവറാണ്. പിന്നെ ഞങ്ങൾക്ക് ഒരു കാര്യത്തിൽ മാത്രമേ സംശയം ഉണ്ടായുള്ളൂ, ഐസ്ക്രീം വേണോ അതോ ഐസ്ക്രീം ഷേക്ക് വേണോ. അങ്ങനെ ഞങ്ങളൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ ഐസ്ക്രീം ഷേക്ക് കഴിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം ഷേക്കിന് വേണ്ടി എനിക്ക് പിസ്താക്യവും നൊച്ചോളയും പറഞ്ഞു. അപ്പോൾ ഞാൻ സ്നേഹിക്കത് ഉറപ്പ് അവൾ പറഞ്ഞു അവൾക്കൊന്ന് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യണമെന്ന്. അപ്പോൾ എന്നോട് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു അവൾക്ക് ഇച്ചിരി സ്വീറ്റ് ആയിട്ടുള്ളത് അവൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സ്വീറ്റ് ആയിട്ടുള്ളത് അവൾ എന്നോട് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവൾക്ക് തിരാമിസും സ്ട്രെച്ചതയിലെയും ഞാൻ അവൾക്ക് റെക്കമെൻഡ് ചെയ്തു. കാരണം ഈ രണ്ടെണ്ണം ഫ്ലേവർ വരുമ്പോൾ ഒരുമിച്ച് വരുമ്പോൾ ഇച്ചിരി കൂടി സ്വീറ്റായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ രണ്ടെണ്ണം ഓർഡർ കൊടുത്തു. അപ്പോൾ അപ്പാപ്പൻ കടയിൽ അപ്പാപ്പൻ ഇത് രണ്ടും കളക്ട് ചെയ്തിട്ട് അവിടെ ഷേക്ക് അടിക്കാനായിട്ട് പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ അപ്പാപ്പൻ വരുന്ന സമയം വരെ ഞങ്ങൾ ആ ഷേക്ക് ഉണ്ടാക്കണ പ്രോസസ്സിങ് നോക്കി ഞങ്ങൾ അവിടെ അങ്ങനെ അപ്പാപ്പനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ നീണ്ട 5 മിനിറ്റത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഷേക്ക് റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. ആദ്യം വന്നത് എൻ്റെ ഷേക്കായിരുന്നു, കാരണം ഞാനാണ് ആദ്യം ഓർഡർ ചെയ്തത്. എന്നാലും അത് കണ്ടവർ സ്നേഹ എടുത്തൊന്ന് പോസ്റ്റ് ചെയ്തൊക്കെ നിന്നു. അപ്പോഴേക്കും സ്നേഹയുടെ ഷേക്കും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാന പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതും റെഡിയായി വന്നു. അവസാനം ഞങ്ങളത് ഉറപ്പിച്ചു, ഇതിൽ ഏതാണ് എൻ്റേതെന്നും ഏതാണ് സ്നേഹയുടേതെന്നും ഉറപ്പിച്ചതിന് ശേഷം അപ്പാപ്പൻ പറഞ്ഞു ഒരു ഷേക്കിന് 3 യൂറോ വെച്ച്. അങ്ങനെ 2 ഷേക്കിന് ഞങ്ങൾ 6 യൂറോയാണ് നമ്മൾ അവിടെ ബിൽ പേയ്മെൻറ്റ് ചെയ്തത്. അങ്ങനെ ബിൽ പേയ്മെൻറ്റ് ചെയ്ത് ബില്ലും കിട്ടി. 2 ഷേക്ക് എടുത്ത് ഞങ്ങൾ ആ കടയുടെ ആ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള ഒരു ഇരിപ്പിടത്തിൽ ഞങ്ങളുടെ സ്ഥാനം അങ്ങനെ ഉറപ്പിച്ചു. അങ്ങനെ ഷേക്ക് കിട്ടിയ സന്തോഷത്തിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും എടുത്ത് കുറച്ച് നേരം കത്തിയും വെച്ച് അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ആ സത്യം ഞങ്ങൾ മനസ്സിലാക്കിയത്. സമയം ഒരുപാട് പോയിരിക്കുന്നു. വേഗം തന്നെ ഞങ്ങൾ ഷേക്കും വലിച്ചു കുടിച്ച് സ്നേഹിക്കിത ബൈ ബൈ പറയാൻ സമയമായി. സ്നേഹ അങ്ങനെ ഒരു ബായും കാണിച്ച് ബസ്സിൽ കയറി യാത്രയായി. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.